ഹായ് ഫ്രണ്ട്സ്, വൈകുന്നേരം ചായൻ്റെ ഒപ്പം ഗ്രീൻ പീസ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണല്ലേ. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ ഉണ്ടാക്കുന്ന രീതി ഇതാണ്. വീട്ടിലുണ്ടാക്കി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റല്ലേ. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഗ്രീൻ പീസ് നന്നായി കുതിർത്ത് വെച്ചതാണ്. ഇത് നമ്മൾ ഊറ്റി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് 3 വിസിൽ അടുപ്പിച്ചെടുക്കാം. അപ്പോൾ വെള്ളം ചേർത്തിട്ടുണ്ട്. ഇതിനെ അടിച്ചു വെച്ചിട്ട് 3 വിസിൽ അടുപ്പിച്ച് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. ഒരു പാൻ വെച്ച് നന്നായി ചൂടായതിന് ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുമിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തതാണ്, അതും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഇനി മസാലപ്പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടി ഞാൻ കുറച്ച് അധികം ചേർക്കുന്നുണ്ട്, എരിവോട് വേണം കഴിക്കാനായിട്ട്. അപ്പോൾ കുരുമുളക് പൊടിയും ഇട്ടതിന് ശേഷം ഒന്നുകൂടി മിക്സ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് സൈഡിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. 2 മുട്ടയാണ് ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ചിക്കിയിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മസാലയും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. ഇനി നമ്മൾ വേവിച്ചെടുത്ത ഗ്രീൻ പീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗ്രീൻ പീസും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇത് വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇനി ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് മല്ലിയിലയും കൂടെ ഇട്ടിട്ട് തീ ഓഫ് ചെയ്യാം. ഇനി ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും കാണാം. ബൈ.